നിങ്ങൾ വിദേശ പഠനം നോക്കുന്ന ഒരാളാണോ? എസ്പെഷ്യലി ഈ പറഞ്ഞ അയർലൻഡ് ഉണ്ട്, UK, അതുപോലെ ജർമ്മനി എന്നീ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതാണ് UAE ആണ്. ഇപ്പോൾ നമ്മൾ ജർമ്മനിയുടെ കേസ് എടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക്. ഡിമാറ്റ് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡിമാറ്റ് വേണം, APS വേണം, IELTS വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വിസയ്ക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ UK ആണെങ്കിലോ ഷോ മണി വേണം, സ്പൗസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ കാനഡ ആണെങ്കിലോ GIC വേണം, അതുപോലെ തന്നെ പാൽ അറ്റസ്റ്റേഷൻ ലെറ്ററും കാര്യങ്ങളൊക്കെ വേണം. അവിടെയാണ് നമ്മൾ ദുബായ് അല്ലെങ്കിൽ UAE എന്ന രാജ്യം വ്യത്യസ്തമായി നിൽക്കുന്ന മറ്റ് കൺട്രികളിൽ നിന്ന്. കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് APSൻ്റെ ആവശ്യമില്ല, IELTSൻ്റെ ആവശ്യമില്ല, അതുപോലെ ബ്ലോക്ക് അക്കൗണ്ട്, ഷോ മണി, പാല് അങ്ങനത്തെ ഒരു യാതൊരുവിധ കടമ്പുകളും കിടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ എൻക്വയറിക്ക് സ്റ്റുഡൻസിന് പല പല കൺസേൺസ് ആണ്. മെയിനായിട്ട് അവർ പറയുന്നത് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ വൈസ് ആയിരിക്കാം, ബഡ്ജറ്റ് ആയിരിക്കാം, വിസ, എമിഗ്രേഷൻ എന്നീ പ്രോസസ്സാണ് സ്റ്റുഡൻസിന് മെയിൻ കൺസേൺ. അവിടെയാണ് വേൾഡിൽ 40ഓളം ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ദുബായിൽ ക്യാമ്പസ് ഓപ്പൺ ചെയ്തത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. കാരണം സ്റ്റുഡൻസ് എല്ലാം ഇപ്പം ചൂസ് ചെയ്യുന്നത് UAE എന്നുള്ള പ്രൈം ഡെസ്റ്റിനേഷൻ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ നീ അറിയില്ല, ഈ പറഞ്ഞ ഹ്യൂജ് ആയിട്ടുള്ള 10-20 ലക്ഷം ഫീസ് കൊടുക്കേണ്ടത്. അതിൻ്റെ 4-1 ഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും? UAE പഠിക്കാൻ പറ്റും. കൂടാതെ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ മെയിനായിട്ട് വരുന്ന കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി ഈ പറഞ്ഞ യൂറോപ്പ്, അതുപോലെ കാനഡ, ഓസ്ട്രേലിയയൊക്കെ പോവുകയാണെങ്കിൽ അവർ പറയുന്നത് മെയിനായിട്ട് 10 മുതൽ 15 യൂറോ അല്ലെങ്കിൽ പൗണ്ട് പെർ അവർ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസേൺ അവർ പറയാറുണ്ട്. തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെൻസ് നിങ്ങൾ നോക്കണം. കാരണം നിങ്ങൾ 10, 30, 40 ലക്ഷം കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞത് 1 മണിക്കൂറിന് പെർ 10-15 ഏൺ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ദുബായിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ആവറേജ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? 6 to 7 lakh ആണ് പെർ ഇയർ. അവിടെ നിങ്ങൾക്ക് അറൗണ്ട് 70-75,000 ഇന്ത്യൻ മണി ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് UAE എന്നുള്ള കൺട്രി മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്തും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ROI, അതുപോലെ പാർട്ട് ടൈം ഓപ്ഷൻസ്, വിസ പ്രൊസീജിയർ എല്ലാം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്കൈമാർക്കിനെ കണക്ട് ചെയ്യുക.